നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലം, മീനക്കൂറിന്റെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും വിഷുഫലം ഞാൻ ഓരോരോ വീഡിയോയിൽ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു. അതുകൂടാതെ ഇപ്പോൾ മേടം മുതൽ മീനം വരെയുള്ള കൂറുകാരുടെ ഫലവും വിഷുഫലവും ഞാൻ ഓരോരോ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിലിപ്പോൾ ഇവിടെ പറയുന്നത് മീനക്കൂറുകാരുടെ വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ എടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു, അതായത് കടന്നു വരുന്നു. അന്നാണ് സാധാരണ നമ്മ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വർഷം 2026 ഏപ്രിൽ 15 വിഷു ആഘോഷിക്കുന്നത്. കാരണം അന്ന് സൂര്യോദയത്തിന് ശേഷമാണ് 9 മണി, സൂര്യോദയത്തിന് ശേഷം 9 മണി, രാവിലെ 9:34 സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോ ഈ സൂര്യൻ തന്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ സംക്രമിക്കുന്ന സമയത്തെ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് 2026 പഞ്ചാംഗ വിധിപ്രകാരം നക്ഷത്രങ്ങളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. 9 നക്ഷത്രങ്ങളെ ശൂലത്തിലും 18 നക്ഷത്രങ്ങളെ ഷഡ്ഗത്തിലുമാണ് അതിൽ വേർതിരിച്ചിരിക്കുന്നത്. ശൂലത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര ഗുണകരമല്ല. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ ഗുണകരമാണ്. ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും, ഇല്ലേ? എല്ലാവർക്കും, എല്ലാ നക്ഷത്രക്കാർക്കും വിഷുഫലം ഗുണത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുമെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. ദോഷമുള്ള നക്ഷത്രക്കാരും ഉണ്ടാവും, ഗുണമുള്ള നക്ഷത്രക്കാരുണ്ടാവും. അതിൽ ഗുണമുള്ള നക്ഷത്രക്കാരാണ് കൂടുതൽ. 18 നക്ഷത്രക്കാർക്ക് ഗുണമാണ് കാണുന്നത്. അപ്പോ ഈ സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ്ചാംഗ പ്രതിപ്രകാരമുള്ള ഈ കാര്യം നമുക്ക് മീനക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ ഈ 2026 സൂര്യന്റെ രാശി സംക്രമം അനുസരിച്ച്, അതായത് മേടം രാശി സംക്രമണം അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരം മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരുരുട്ടാതി കാൽഭാഗം ആദിശൂലത്തിലും മറ്റ് നക്ഷത്രങ്ങൾ, അതായത് ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ ആദി ഷഡ്ഗത്തിലും വരുന്നതായി ആണ് കാണുന്നത്. അതിനാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം വളരെ ഗുണം തരുന്ന സമയമാണ്. എന്നാൽ ശൂലത്തിൽ വരുന്ന പൂരുരുട്ടാതി കാൽഭാഗം നക്ഷത്രത്തിന് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഈ ഫലം വളരെ ഗുണാനുഭവങ്ങൾ അവർക്ക് തരുന്നതാണ്. ബഹുമാനങ്ങൾ ഇവരെ തേടി വരും. അതായത് ലോക ബഹുമാനങ്ങൾ വരെ ഇവർക്ക് കിട്ടാവുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് പുരസ്കാരങ്ങൾ ഇവരെ തേടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ഇവരെ തേടി അവാർഡ് വരെയും വരുന്ന സമയങ്ങളുണ്ടാവും. ജനസ്വാധീനം വർദ്ധിക്കുന്ന സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത്.
ജനങ്ങളുമായി നല്ല ബന്ധത്തിലേർപ്പെടാൻ ഇവർക്ക് ഈ വിഷുഫലമായി കഴിയുന്നതാണ്. അധികാര സ്ഥാനങ്ങളിലെത്താൻ ഇവർക്ക് കഴിയും. അധികാര ലബ്ധി ഉണ്ടാവും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ജനസ്വാധീനം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ജനങ്ങളുമായി ഇവർ നല്ല വിധത്തിൽ ജനസ്വാധീനം കൂടുതൽ കിട്ടുന്ന സമയങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഉന്നതമായ പദവികൾ ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും മറ്റു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചുമെല്ലാം ഉന്നതമായ പദവികൾ ഇവർക്ക് ഈ വിഷുഫലമായി കിട്ടുന്നതാണ്. മംഗളപരമായ കർമ്മങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കാനിടയുണ്ട്. മംഗളകർമ്മങ്ങൾ, വിവാഹങ്ങൾ, അതേപോലെ തന്നെ ഗ്രഹപ്രവേശനം, അല്ലെങ്കിൽ ഗ്രഹത്തിന് കല്ലിടലി, അല്ലെങ്കിൽ ഗ്രഹാരംഭങ്ങൾ, അല്ലെങ്കിൽ ഗ്രഹം പണിയാനുള്ള സ്ഥലം വാങ്ങിക്കൽ, ഭൂമി വാങ്ങിക്കൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർക്ക് ഈ വിഷുഫലമായി ഇവർക്ക് നടപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. തീർത്ഥയാത്ര പോകാൻ ഇവർക്ക് ഇടവരും. പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനും ഇടവരുന്നതാണ്. ഉല്ലാസയാത്രകൾ ഈ വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഉല്ലാസയാത്ര പോകാൻ ഇടവരും. ബന്ധുജന ഗുണം കൂടുതൽ കിട്ടുന്ന സമയമാണ്. ബന്ധുക്കളെ കൊണ്ട് കൂടുതൽ ഉപകാരങ്ങളും അതേപോലെ തന്നെ സഹായങ്ങളും ഇവർക്ക് കിട്ടുന്ന സമയമാണ്. എന്നാൽ മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി നക്ഷത്രത്തിന് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. നാൽക്കാലികളിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് ദോഷവും ഉപദ്രവവും, അതുകൂടാതെ പക്ഷികളിൽ നിന്നും ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷുഫലമായിട്ട് അവിചാരിതമായ പല തടസ്സങ്ങളും ഇവർക്കുണ്ടാകാം. രോഗഭീതി, അപകടഭീതി, അതുകൂടാതെ ആയുധം കൊണ്ടുള്ള മുറിവേൽക്കൽ, ഇതെല്ലാം ഈ വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ, അതായത് നല്ല ദശാകാലവും നല്ല അപകാരകാലവുമാണെങ്കിൽ, ഈ വിഷുഫലത്തിലെ ദോഷത്തിൽ നിന്നും ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഇവർക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ ജാതകത്തിൽ ഇവർക്ക് നല്ല സമയമല്ല എങ്കിൽ ഇവർ ആ ദോഷാനുഭവങ്ങളെ മറികടക്കാൻ വേണ്ടി കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബക്ഷേത്രത്തിലെ വഴിപാട്. അതുകൂടാതെ നവഗ്രഹങ്ങളെ ഇരുത്തിയിരിക്കുന്ന ക്ഷേത്രത്തിൽ, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ ദോഷശാന്തി, അതും ഇവരുടെ പക്കപ്പിറന്നാളിന്റെ അന്ന് നടത്തിയാൽ വളരെ നല്ലതാണ്. എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. അപ്പോ ഈ നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്യാൻ പറയുന്നത് എന്തിനാണ്? കാരണം നമ്മളുടെ ഗ്രഹനിലയിൽ, അതായത് ഗോചരത്തിൽ ഗ്രഹങ്ങൾ പല സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മൾക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കിത്തരും. അപ്പൊ ദോഷസ്ഥാനത്ത് ചില ഗ്രഹങ്ങൾ നമ്മൾക്ക് ദോഷകരമായി നിൽപ്പുണ്ടെങ്കിൽ ആ ദോഷകരമായി നിൽക്കുന്ന ഗ്രഹങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കാനും അവരുടെ പ്രീതി നമ്മൾക്ക് കിട്ടാനും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ നവഗ്രഹ ദോഷശാന്തി പൂജ എന്ന് പറയുന്നത്. ഇതിനധികം കാശൊന്നും വരില്ല. അപ്പോൾ ഈ 9 ഗ്രഹങ്ങൾ, ഏതെങ്കിലും ഗ്രഹം നമുക്ക് ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തെ കൂടി നമ്മളിലേക്ക് അടുപ്പിക്കാനും
ആ ഗ്രഹത്തിന്റെ നല്ല സ്വാധീനങ്ങൾ നമ്മളിൽ വരുത്തുന്നതിനും വേണ്ടിയാണ് ഈ നവഗ്രഹ ദോഷ ശാന്തി പൂജ ചെയ്യുന്നത്. അപ്പോൾ 9 ഗ്രഹങ്ങളുടെയും ആനുകൂല്യം നമുക്ക് കിട്ടി നമ്മളുടെ ദോഷാനുഭവത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനും അതുവഴി കഴിയുന്നതാണ്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.